ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാകാം. അതിനുവേണ്ടി 6 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളകും, ഒരു 4-5 മുട്ട പുഴുങ്ങി റൗണ്ട് അരിഞ്ഞതുമാണ്. വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം കൂടെ പൊടിച്ചെടുക്കാം. ബ്രെഡെല്ലാം കൈകൊണ്ടൊന്ന് പിച്ചി മുറുക്കിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാൻ 2 തവണകളായിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുത്തത്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതിനുശേഷം ക്യാപ്സിക്കം ചേർക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇനി നമുക്ക് ഒരു പിടി മല്ലിയില ചേർക്കാം. മല്ലിയിലയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഇഞ്ചിയാണ്. ഞാനൊരു 1/2 സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല ചേർക്കാം. വളരെ കുറച്ച് മസാലയുടെ ആവശ്യമേ ഉള്ളൂ. ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട, ബ്രെഡ് ആയതുകൊണ്ട് നല്ലതുപോലെ അങ്ങ് കുഴഞ്ഞു പോകും. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി 2 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. 1/2 കപ്പ് കടലമാവാണ് ഞാൻ ചേർക്കുന്നത്. കടലമാവില്ലാത്തവർ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഒന്നുകൂടി ടേസ്റ്റ് കടലമാവ് ചേർക്കുന്നതാണ്. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി കൂടിയാണ് ചേർത്തത്. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ടൈറ്റായിട്ട് കുഴച്ചെടുത്താലേ ഈ സ്നാക്സ് നല്ലതുപോലെ മൊരിഞ്ഞു വരും. എല്ലാം കൂടെ കുഴച്ച് വെച്ചതിന് ശേഷം ഇനി ഒരു ഉരുളകളായി അത് എടുക്കണം. ഒരു ഉരുള കയ്യിൽ എടുത്തതിന് ശേഷം കൈയുടെ വെള്ളയിൽ എണ്ണ തടവിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. ഒരു പീസ് മുട്ട അതിൻ്റെ നടുവിൽ വെക്കുക. ഇതുപോലെ ഒരു പീസ് മുട്ട അതിൻ്റെ നടുവിൽ വെച്ചതിന് ശേഷം കുറച്ച് മാവ് കൂടി എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക. കട്ട്ലറ്റ് പോലെ ഷേപ്പാക്കി എടുക്കുക. ഇങ്ങനെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിത് നേരത്തെ കുറച്ച് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് പൊരിക്കാൻ എടുത്തത്. അങ്ങനെ ഞാൻ എല്ലാം 2 പ്ലേറ്റിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇത് പൊരിച്ചെടുക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചുമിട്ട് മൊരിച്ചെടുക്കണം. പുറമേ ഒന്ന് മൊരിഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം. അതിനുശേഷം എടുക്കാൻ നേരമാകുമ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കണം. ഏത് സ്നാക്സ് ആയാലും എടുക്കാൻ നേരമാകുമ്പോൾ ഫ്ലെയിം കൂട്ടിയാൽ എണ്ണയൊന്ന് വലിഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. താങ്ക് യു.